ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു തുപ്പൂര എണ്ണ മതി. എന്നിട്ട് അതിൽ നമുക്ക് ഉലുവ പൊട്ടിക്കാം. ഉലുവ പൊട്ടിച്ചതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. അതിനുശേഷം നല്ലപോലെ വറുക്കുക, കടുക് പറ. നമ്മൾ കുറച്ച് ഉള്ളിയും കൂടെ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ സവാളയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ആഡ് ചെയ്യുക. കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്ക് നല്ലതുപോലെ വറുത്തെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ വറുത്തെടുക്കണം. അതിനുശേഷം വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ഇത്രയും വേണ്ട, ആവശ്യത്തിന് മതി. നല്ലതുപോലെ തിരുവിയെടുക്കുക. എന്നിട്ട് വേണ്ടത് കുറച്ച് പുളി എടുക്കണം. പുളി വെള്ളത്തിലിടുക. എന്നിട്ട് നമ്മൾ തിരികെ വെച്ചേക്കണ കോക്കനട്ട് ജാറിലിട്ട് പിന്നെ വറുത്ത് വെച്ചേക്കണ പൊടിയും കൂടി ജാറിൽ ചേർക്കുക. നല്ലപോലെ അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അരയ്ക്കുക. നല്ലതുപോലെ അരയ്ക്കുക. എന്നിട്ട് അതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ജാറ് കഴുകി ആ വെള്ളം കൂടെ ആഡ് ചെയ്യുക. നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളിവെള്ളവും പിന്നെ ഒരു തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാവൂ. എല്ലാം കൂടി എടുത്ത് തട്ടി കൊടുക്കല്ലോ. അടുത്ത ഫിഷ് എടുക്കുക. ഇതിപ്പോൾ ചൂര മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീൻ വൃത്തിയാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കത്തി കൊണ്ടുള്ള കളിയാണല്ലോ. ഇനി മീനെല്ലാം കൂടി പറക്കി എടുത്തിടുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത് തിളയ്ക്കുന്നില്ലല്ലോ. സോറി ഗൈസ്, അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കാൻ മറന്നുപോയി. അപ്പോൾ ഗ്യാസ് കത്തിക്കുക. ഗ്യാസ് കത്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ചട്ടി വയ്ക്കാവൂ. എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി അത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, തിളച്ചു. കണ്ടോ മീൻ കിടന്ന് തിളയ്ക്കുന്ന തിളപ്പ്. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ ഉടഞ്ഞു പോകില്ല. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് പാകം നോക്കുക. അയ്യോ ഗൈസ്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നുപോയി, അതും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ലൈക്ക്, ഷെയർ, കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ.